ഹായ് ഫ്രണ്ട്സ്, ജർമ്മൻ മല്ലു മിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കെൻഡൻസി പ്രൂഫിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. എന്താണ് കെൻഡൻസി പ്രൂഫിംഗ്, അത് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. നമ്മൾ B2 എക്സാമിന് ശേഷം ജർമ്മനിയിലേക്ക് പോരുന്നതിനായി പ്രോസസ്സിങ് ചെയ്യുമ്പോൾ അനേർക്കനിങ് ചെയ്യുന്നുണ്ട്. അനേർക്കനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് ഫുൾ ബെഷൈഡ് ആണോ അതെയോ ഡെഫിസിറ്റ് ബെഷൈഡ് ആണോ ലഭിച്ചിരിക്കുന്നത് എന്ന്. ഫുൾ ബെഷൈഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ജർമ്മനിയിൽ രജിസ്ട്രേഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അല്ല, സെമി അക്സെപ്റ്റൻസ് അഥവാ ഡെഫിസിറ്റ് ബെഷൈഡ് ആണ് നമുക്ക് ലഭിച്ചത് എങ്കിൽ നമ്മളിവിടെ കെൻഡൻസി പ്രൂഫിംഗ് ചെയ്യണം. അതായത് ഇവരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, ഒരു ചെറിയ കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളിവിടെ എക്സാം എഴുതുന്നു. അതാണ് കെൻഡൻസി പ്രൂഫിംഗ്. എല്ലാ സ്ഥലങ്ങളിലും കെൻഡൻസി പ്രൂഫിംഗ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നടത്തുന്നത്. ഇതിപ്പോൾ സ്റ്റുട്ട്ഗാർട്ടിലാണ് ഞാനുള്ളത്. എനിക്കിവിടെ 9 ആഴ്ചത്തെ കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു. അത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയായിരുന്നു ചെയ്തത്. അവരെനിക്ക് 9 ആഴ്ചത്തെ കോഴ്സിന് ശേഷം ഒരു ഡേറ്റ് തന്നു. ആ ഡേറ്റിൽ എക്സാമിന് വേണ്ടി, അതായത് 2 ദിവസമായിട്ടായിരുന്നു എനിക്ക് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഡേറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നത് അവർ അത് നോട്ടീസ് ചെയ്യും. അതായത് നമ്മൾ അത്യാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആൻസർ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ, നമ്മുടെ ലാംഗ്വേജ്, ഇതെല്ലാം വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ആദ്യമായിട്ടുള്ള എല്ലാവർക്കും ഒരുമിച്ചായിരിക്കില്ല, ആ ബാച്ചിൽ എല്ലാവർക്കും ഒരുമിച്ചല്ല എക്സാം നടത്തുന്നത്. ആദ്യം കുറച്ച് പേർക്ക് അത്യാവശ്യം അറിയാവുന്നുള്ളവർക്ക് അവർ വേഗം ഡേറ്റ് കൊടുക്കും. പിന്നെ കുറച്ച് സമയം വേണം, കുറച്ചും കൂടി ഇവരാകാനുണ്ട് എന്നുള്ളവർക്ക് അവർ കുറച്ചുകൂടി ലേറ്റായിട്ട് ഡേറ്റ് കൊടുക്കും. നമ്മളിവിടെ വന്നതിന് ശേഷം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോഴ്സ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അൺമെൽഡും ചെയ്യണം, അതായത് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മളല്ല കൊടുക്കുന്നത്, ജർമ്മൻ ഗവൺമെൻറ്റിൽ നിന്ന് അവരാണ് അതിൻ്റെ പേയ്മെൻറ്റ് നൽകുന്നത്. ഞാൻ അൺമെൽഡിങ്ങിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി കൊടുത്തു. ഞാൻ പേയ്മെൻ്റ് ഒന്നും ചെയ്തില്ല. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കൊടുത്തതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് നമുക്കൊരു ബെഷൈഡ്, ഇങ്ങനെയൊരു ബെഷൈനിയും കിട്ടും. അതിനുശേഷം നമുക്ക് പോസ്റ്റ് വഴിയാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം അവരുടെ ഒരു ഫെട്രാഗ് നമുക്ക് ലഭിക്കും. അതിൻ്റെ കൂടെ എല്ലാ ഇൻഫർമേഷൻസും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു സ്റ്റുഡൻറ് പ്ലാനിങ്, ഇതേപോലെ ഒരു സ്റ്റുഡൻറ് പ്ലാനിങ് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ന് അവസാനിക്കും, എങ്ങനെയൊക്കെയാണ്, ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ്, അതിൽ എന്നൊക്കെ നമുക്ക് അവധിയുണ്ട്, ഇതെല്ലാ കാര്യങ്ങളും, പിന്നെ എത്ര നേരം പ്രാക്ടിക്കൽസ് ഉണ്ട്, ഇതെല്ലാം അവർ ആ ഇൻഫർമേഷൻസ് കൂടെ നമുക്ക് നൽകുന്നതാണ്. എനിക്കിവിടെ 9 ആഴ്ചത്തെ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 9 ആഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ നേഴ്സിംഗിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഡിസീസ് കണ്ടീഷൻസും ഒന്നുകൂടി ജർമ്മൻ ലാംഗ്വേജിൽ പഠിച്ചു പോയി. പിന്നെ എക്സാം 2 ദിവസത്തെ എക്സാം ആയിരുന്നു. ആദ്യത്തെ ദിവസം റിട്ടൺ എക്സാമും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പ്രാക്ടിക്കലും. 2-ാമത്തെ ദിവസം വൈവേ മാത്രം, അതായത് മ്യൂൺലിഷ് പ്രൂഫിംഗ് ഓറൽ എക്സാം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ദിവസം നമ്മൾ എക്സാം റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ 3 ഫയൽസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അങ്ങനെയല്ല, ചിലർക്ക് 2 ആയിരുന്നു, ചിലർക്ക് 4 ഫയലൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കിപ്പോൾ ഞാൻ ചെന്നപ്പോൾ 3 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സെപ്പറേറ്റ് റൂമുണ്ട്, അവിടെ പോയിരുന്ന് ആ ഫയലിൻ്റെ ഉള്ളിൽ ഒരു പേഷ്യൻറ്റിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കെയർ പ്ലാൻ തയ്യാറാക്കണം. കെയർ പ്ലാൻ എഴുതാനായിട്ട് 1 മണിക്കൂറോളം സമയം ഉണ്ടായിരുന്നു. അത് എഴുതിയതിന് ശേഷം നമ്മൾ വീണ്ടും എക്സാമിനറുടെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ട് 2 എക്സാമിനറും, അതേപോലെ തന്നെ എനിക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റും അതേപോലെ ഡെമ്മി പേഷ്യൻറ്റും 2 ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും അതേപോലെ ആയിരിക്കണം എന്നില്ല. ചില സ്ഥലങ്ങളിൽ ഒറിജിനൽ പേഷ്യൻറ്റിന് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ, ചിലയിടത്ത് ഡെമ്മി മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ. എനിക്കിത് 2ഉം ഉണ്ടായിരുന്നു. പ്രാക്ടിക്കലിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കത്തീഡ്രൈസേഷനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ എടുക്കേണ്ട, അതേപോലെയുള്ള പ്രാക്ടിക്കൽ നമ്മൾ ഡെമ്മിയിലും ചെയ്യും. ഒറിജിനൽ പേഷ്യൻറ്റിൽ നമ്മൾ വൈറ്റൽസ്, ടെമ്പറേച്ചർ, പൾസ് എന്ന് വേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒറിജിനൽ പേഷ്യൻറ്റിലുമാണ് ചെയ്യേണ്ടത്. പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ റിട്ടേൺ എക്സാമിന് ശേഷം നമ്മൾ എക്സാമിനറിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഫയലിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലേക്കുള്ള ആളുകൾക്ക് നമുക്ക് ഓവർ കൈമാറുന്നത്,
അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ പേഷ്യൻറ്റിനെ അത് എക്സാമിനർക്ക് നമ്മൾ ഓവർ കൊടുക്കണം. അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഫയലിലുള്ള നമ്പർ അവരുടെ കയ്യിലുണ്ടായിരിക്കും. നമ്മളോട് ആദ്യം തന്നെ നമ്പർ ചോദിക്കും. ആ നമ്പർ അനുസരിച്ച് അവർക്കറിയാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതിൽ നമ്മുടെ വൈറ്റൽസ് ഒക്കെ എഴുതിയിരിക്കുന്ന ഫയലിലുള്ള പേഷ്യൻസിൻ്റെ വൈറ്റൽസ് എഴുതിയിരിക്കുന്നത് വെറും ഒരു ഗ്രാഫിക്കൽ ആയിട്ടായിരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് വേർട്ട് നമ്മൾ പറയണം. അപ്പോൾ അവർക്ക് അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഏതൊക്കെ ഡിസീസ് കണ്ടീഷൻസ് ആണ് ആ പേഷ്യൻറ്റിന് ഉള്ളതെന്നും അവർക്കറിയായിരിക്കും. നമ്മൾ ഓവർ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പേഷ്യൻറ്റിന് എന്തൊക്കെ ഡിസീസസ് ആണോ ആ ഡിസീസസിൻ്റെ എല്ലാം ഡെഫിനിഷന്, സൈൻസ് ആൻഡ് സിംറ്റംസ്, കോംപ്ലിക്കേഷൻസ്, പിന്നെ മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം നന്നായിട്ട് പഠിച്ചിട്ട് പറയുന്നു അത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും ലഭിക്കുക. നമ്മളത് ഡൗട്ട് അടിച്ച് ഇരിക്കുകയോ അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുകയോ സമയം എടുത്ത് പറയുകയോ ഒക്കെ ചെയ്താൽ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോടടുത്ത് ചോദിക്കും. നമ്മൾ അത്യാവശ്യം ഒരു ഒഴുക്കിന് അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ അവർക്കത് ഹാപ്പി ആയിരിക്കും. അധികം ക്വസ്റ്റ്യൻസ് എന്നല്ല, ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടാകത്തില്ല. എനിക്ക് 1-2 മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പേഷ്യൻ്റ് സൈഡിൽ ചെയ്യുന്നത് എല്ലാം നമ്മൾ ഹൈജീനിക് ആയിട്ട് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ ദിവസത്തെ എക്സാം എനിക്കുണ്ടായിരുന്നത് വൈവെ മാത്രമായിരുന്നു. അത് 3 സെക്ഷനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സൈക്കാട്രിയുടെ സെക്ഷൻ 1, പിന്നെ മെഡിക്കലിൻ്റെ, പിന്നെ ഫ്ലേക്ക് അതായത് നേഴ്സിംഗ് കെയറുമായിട്ടുള്ളത്. അങ്ങനെ 3 സെക്ഷനായിട്ടുള്ള എക്സാം ആയിരുന്നു. അവിടെ 3 റൂമിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഓരോ റൂമിലും ഓരോന്നിന് 2 എക്സാമിനേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരിക്കും. 1ഓ 2ഓ കാണും. അതിൽ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് അവരെ നമ്മൾ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻ അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതിൻ്റെ ആൻസർ പറയുക. ആൻസർ പറയുന്നതിനനുസരിച്ച് അവർ ചില ക്വസ്റ്റ്യൻസ് നമ്മളോട് തിരിച്ച് ചോദിക്കും. അതിനുള്ള ആൻസർ പറയുക. അത്രേ ഉണ്ടായിരുന്നുള്ളൂ മ്യൂൺലിഷെ പ്രൂഫിങ്. ഇത് ആ മ്യൂൺലിഷെ പ്രൂഫിങ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് അന്നത്തെ ദിവസം എക്സാം എത്ര പേർക്കുണ്ടായിരുന്നോ എല്ലാവരെയും തീർന്നതിന് ശേഷം അവർ നമ്മളോട് റിസൾട്ട് പറയും. ആദ്യത്തെ ദിവസം നമ്മളോട് നമ്മൾ ജയിച്ചോ അല്ലെങ്കിൽ പാസ്സല്ലേ എന്നുള്ള കാര്യമൊന്നും ആദ്യത്തെ ദിവസം നമ്മളോട് പറയില്ല. രണ്ടാമത്തെ ദിവസം എക്സാം എല്ലാം തീർന്ന് എല്ലാവരെയും കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ ഓരോരുത്തരെയായിട്ട് റൂമിൽ വിളിക്കും. റൂമിൽ വിളിച്ചതിന് ശേഷം നമ്മൾ പാസ്സാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ എക്സാം എഴുതിയതിന് ശേഷം നമ്മൾ പാസ്സാണെങ്കിൽ എനിക്കിത് അന്നത്തെ ദിവസം തന്നെ അപ്പോൾ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊരു പേപ്പർ കിട്ടി. അതായത് നമ്മൾ എക്സാം പാസ്സാണ് ബെസ്റ്റ് സ്റ്റാൻഡൻ എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബെസ്റ്റ് സ്റ്റാൻഡൻ നിറ്റ് ബെസ്റ്റ് സ്റ്റാൻഡൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പാസ്സല്ല എങ്കിൽ നിറ്റ് ബെസ്റ്റ് സ്റ്റാൻഡനും, പാസ്സാണ് എങ്കിൽ ബെസ്റ്റ് സ്റ്റാൻഡൻ എന്നുള്ളത് ഒരെണ്ണം അവർ ക്രോസ് ചെയ്ത് കളയും, അത് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം നമുക്ക് ലഭിക്കും. അതിനുശേഷം നമുക്ക് പോസ്റ്റ് വഴിയാണ് നമുക്ക് പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അതായത് ഉറപ്പുണ്ടായി കിട്ടുന്നത്. അവസാനം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഗെസുണ്ട് ഹൈറ്റ് ഉണ്ട് ക്രാങ്കൻ ഫ്ലേക്കറിൻ എന്നുള്ളത്. ഇങ്ങനെയാണ് ഇവിടുത്തെ കെൻഡൻസി പ്രൂഫിങ്ങും കെൻഡൻസി പ്രൂഫിങ്ങിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കെൻഡൻസി പ്രൂഫിങ്ങിനെ കുറിച്ചുള്ള ഏതൊക്കെ ക്രാങ്ക് ഹൈറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിസീസ് കണ്ടീഷൻസ് ആണ് വരുന്നത് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ലിസ്റ്റ് തരാം. അപ്പോൾ cheers.